മക്കൾക്ക് എടുത്തു കൊടുക്കൂ ഇതുപോലത്തെ വണ്ടി? പെമ്മക്കളാ? മാമക്കളുണ്ടെങ്കിൽ എടുത്തു കൊടുക്കൂ? എടുത്തു കൊടുക്കൂല്ലേ? അവരുടെ ആഗ്രഹം. ഒരു 100cc ബൈക്കിന് കിട്ടുന്ന മൈലേജ് കിട്ടുന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ മാജിക്കൽ മിറാക്കിൾ വണ്ടിയായിരുന്നു ആ ഒരു വണ്ടി. ആ ഒരു വണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഡ്യൂക്കിനെ അടിച്ച് കൊന്നു കളഞ്ഞത്. ഡ്യൂക്കിനെ പറ്റി പറയുന്ന പിള്ളേരെല്ലാം പിന്നെ കൊച്ചു പിള്ളേരെല്ലാം ഇത് എടുത്തുകൊണ്ട് പോയി ആക്സിഡന്റ് ആയി മരിക്കുകയാണ്. അതാ ഈ വണ്ടി പിന്നെ കൊച്ചു പ്രായമുള്ളവർ ഓടിച്ചുകൊണ്ട് കിടക്കുന്നതിൽ പറ്റിയ വണ്ടിയല്ല. പിള്ളേർക്കാണ്, പക്ഷെ അവരത് അവരുടെ ചോരത്തിളപ്പ് കൊണ്ട് അവരത് ശ്രദ്ധിച്ച് ഓടിക്കുന്നില്ല. അപ്പൊ വണ്ടിയുടെ കുഴപ്പമാണോ അതോ? കുഴപ്പമില്ല, അവരുടെ പിള്ളേരെ പ്രായത്തിന്റെ കുഴപ്പമില്ല. ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. എന്താ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇൻട്രസ്റ്റ് അങ്ങ് പോയോ നമ്മുടെ ബൈക്കുകളോടുള്ള? അപ്പോൾ ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മോട്ടോർ വാൾട്ട്. എൻ്റെ ചിന്തകളും എൻ്റെ തോന്നലുകളുമാണ് നമ്മുടെ ഇന്നത്തെ എൻ്റെ കണ്ടെത്തലുകളുമാണ് നമ്മൾ ഇതുപോലുള്ള സീരീസിൽ നമ്മൾ മാക്സിമം ചെയ്യുന്നത്. ഇപ്പം റിവ്യൂസ് ഒന്നും ഇടാനുള്ള ഒരു മാനസിക മോഡല്ല. ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു പോസ്റ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ കൗതുകരമായിട്ടും തോന്നി. എന്നാൽ അത് സത്യമല്ലേ എന്ന് തോന്നിപ്പോയി. കാര്യം ഈ പോസ്റ്റ് ഇതാണ്. അതായത് റോഡിൽ പണ്ട് എവിടെ നോക്കിയാലും സത്യം പറഞ്ഞാൽ ഡ്യൂക്കായിരുന്നു ഒരു സമയത്ത്. 2016 തൊട്ട് ഒരു 2022 വരെയൊക്കെ, അതിനും മുകളിലോട്ട് പോകാനാണെങ്കിൽ 2012 തൊട്ട് 2016 വരെയൊക്കെ ഭയങ്കര പീക്ക് ലെവലായിരുന്നു ഡ്യൂക്കിൻ്റെ. പ്രത്യേകിച്ച് കാലം വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അറിയത്തോളായിരുന്നു. അത്രയ്ക്ക് പോപ്പുലറായൊരു മോഡലായിരുന്നു ഡ്യൂക്ക് 200. ഈ കാണുന്ന വീഡിയോ കാണുന്ന 99% ആൾക്കാരുടെയും അമ്മാവന്മാരൊഴിച്ച് ബാക്കി എല്ലാവരുടെയും ഡ്രീം ബൈക്കായിരുന്നു ഡ്യൂക്ക്. കാരണം അത് ഉണ്ടെങ്കിൽ ഒരു വിലയായിരുന്നു അന്നത്തെ കാലത്ത് യുവാക്കൾക്കിടയിൽ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വണ്ടിയാണ്. ആ ഒരു സൗണ്ട് ആണെങ്കിൽ, ആ ഒരു പവർ, ആ ഒരു ഷേപ്പ്, ഇന്ത്യൻ മോട്ടോർ സൈക്ലിംഗ് കൾച്ചർ മാറ്റിമറിച്ചൊരു സാധനമാണ് നമ്മുടെ ഡ്യൂക്ക് ഓറഞ്ച് ബീസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ. അതിനു മുമ്പ് 220 ഒക്കെ ഓടിച്ചു നടന്ന നമ്മൾ പെട്ടെന്ന് എന്താണ് അഗ്രഷൻ എന്ന് നമ്മളെ കാണിച്ചു തന്നൊരു മോഡൽ ഡ്യൂക്കായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പേര് ആ വണ്ടി എടുത്ത് സാഡ്ലി ഒരുപാട് പേർക്ക് അപകടങ്ങളുണ്ടായി, ഒരുപാട് പേര് എന്താ പറയുക മരണപ്പെട്ടു. സത്യത്തിൽ ഇത് മരണനിരക്ക് കൂട്ടാൻ കാരണം അന്നത്തെ കാലത്ത് അത്രയും അഗ്രസീവായിട്ടുള്ള ഒരു പവറോ അഗ്രസീവായിട്ടുള്ള ബ്രേക്കിങ്ങോ ആരും ഓടിച്ച് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളായിരുന്നു. ഇപ്പം അങ്ങനെ കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഇപ്പോൾ ഒരു 400cc 350cc ഒക്കെ ഓടിക്കാൻ മാത്രം മെച്ചൂരായി ഒരുപാട് ആൾക്കാർ. ഒരു 2022 കൂടി BGM ഇട്ട് പോലീസുകാരെ വെല്ലുവിളിക്കുന്നത് അതൊക്കെ കുറച്ചൊക്കെ ഇപ്പോഴും ഉണ്ട്. വംശനാശത്തിൻ്റെ വക്കിലാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഒരു 22 വരെയൊക്കെ മാക്സിമം ഉള്ളായിരുന്നു. 21 അവരൊക്കെ പീക്ക് ലെവലായിരുന്നു. പോലീസുകാരുടെ ഫണ്ടിക്ക് കൊണ്ട് പോവുക. ഡ്യൂക്കായിരുന്നു അതിന് മെയിൻ അര. ഇപ്പോൾ അത് നടക്കുന്നത് നോർത്തിലാണ്. നോർത്തിൽ സംഭവം ഇച്ചിരി രൂക്ഷമാണ് ഇപ്പോഴും. അവരിപ്പോഴും 2020-21 കാലഘട്ടങ്ങളിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബൈക്ക് ഇഷ്ടപ്പെടാം. അപ്പോൾ ഈ പോസ്റ്റിൽ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തുകൊണ്ടാണ് കാണാത്തത്? സംഭവം സത്യമല്ലേ, ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇൻട്രസ്റ്റ് അങ്ങ് പോയോ നമ്മുടെ ബൈക്കുകളോടുള്ള? സത്യം പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ഇൻട്രസ്റ്റ് പോയോ എന്നുള്ള കാര്യം. പഴയതുപോലെ വ്യൂസോ അല്ലെങ്കിൽ ഓളോ ഒന്നും ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്കില്ല. എന്നാൽ അങ്ങ് മോശം ഇടിഞ്ഞു പോയിട്ടൊന്നുമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 1-2 ആസ് എ മോട്ടോ വ്ളോഗർ അല്ലെങ്കിൽ ഒരു മോട്ടോ റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഡ്യൂക്കിൻ്റെ ഒരു പതനത്തെ പറ്റി. അതായത് ഈ ഒരു യുവാക്കൾ മോട്ടോർ സൈക്ലിങ്ങിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞ വിഷയത്തെപ്പറ്റി നമ്മളൊരു പോഡ്കാസ്റ്റ് ഉടൻ തന്നെ ചെയ്യും. വളരെ ഏതെങ്കിലും നല്ലൊരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമായിട്ട് വിളിച്ചിരുത്തി നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു അസംഷൻ ഞാൻ പറയാം. ഡ്യൂക്കിൻ്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ഡ്യൂക്ക് 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഡ്യൂക്കിൻ്റെ ഐഡൻറ്റിറ്റി പോയി. ആ ഒരു സൗണ്ട്, ആ ഒരു അഗ്രഷൻ, ആ ഒരു ഏലിയൻ ടൈപ്പ് ലുക്ക് അതൊക്കെ മാറി. ബെറ്ററായിട്ടുള്ള ഷാസിയും കാലത്തിനനുസരിച്ച് KTM മാറിയപ്പം ആൾക്കാർക്ക് ഇങ്ങോട്ട് കാലത്തിലോട്ട് വരാൻ ഒരു താല്പര്യമില്ല. ആ ഒരു പഴയ ലുക്കും ആ ഒരു സൗണ്ടൊക്കെയാണ് ഒരുപാട് പേര് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഉൾപ്പെടെയും എനിക്കും ആ ഒരു പഴയ BS4 BS3 ഏറെ തന്നെയാണ് ഇഷ്ടം. ഓടിക്കാൻ രസം BS6 ആയിരിക്കും. അത്രയ്ക്കും KTM അല്ലേ, അവർ ഓരോ വർഷം കൂടുന്തോറും ഇങ്ങനെ കിടിലം മോട്ടോർ സൈക്കിൾ ആയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ പൂ പോലെ ലൈറ്റായിട്ട്. അപ്പോൾ അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം, കേരളത്തിൽ ആ ഒരു പഴയ തരംഗം അങ്ങോട്ട് നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പഴയ ഒരു ഓളം ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ 2021 വരെയൊക്കെ ഉള്ളായിരുന്നു ഈ പറഞ്ഞ BGM ഇടലും വണ്ടികളോടുള്ളൊരു താല്പര്യങ്ങളും. ഇപ്പോഴും എൻ്റെ അറിവിൽ യുവാക്കൾക്കിടയിൽ പൂർണ്ണമായിട്ട് വണ്ടികളോടുള്ള ഇഷ്ടമൊന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും
ഒരുപാട് പേര് പുതിയ പുതിയ മോട്ടോർ സൈക്കിൾ ഇറങ്ങുന്നത് വാങ്ങിക്കുന്നുണ്ട്. വണ്ടികളോട് ഇഷ്ടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന ജനറേഷന് അത്രയ്ക്ക് താല്പര്യം ഉണ്ടോ എന്നൊരു ഡൗട്ട്. പണ്ടത്തെ പോലെ ഒരു ഓളം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ KTMൻ്റെ ഒരു വില അങ്ങ് പോയി. ഇവരെ ഒരുപാട് എന്താ പറയുക, കണ്ണാപ്പി ടീംസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഒരു നല്ലൊരു പേരാണ് സത്യം പറഞ്ഞാൽ. അത് ഈയൊരു ആൾക്കാർക്ക് ഉപയോഗിച്ചതിൽ ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ KTMനൊരു വലിയൊരു പേരുദോഷം വന്ന്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വണ്ടിയുടെ വില ഭയങ്കരമായിട്ട് കുതിച്ചു കയറി. അതുകൊണ്ട് തന്നെ ആ സൈഡിൽ കൂടെ MT കയറി ഗോളടിച്ചു, MT-15. ആ ഒരു 2019 വരെ ഡ്യൂക്കിൻ്റെ ആധിപത്യം നിന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ ഡ്യൂക്കിൻ്റെ ആധിപത്യം പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാരണത്തിന് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് MTയുടെ വരവ്. MT മാരകമായ ലുക്കും മാരകമായ അത്യാവശ്യം നല്ലൊരു മാരക പവറല്ല, എന്നാലും പവറുണ്ട്. എന്നാൽ ഒരു 100cc ബൈക്കിന് കിട്ടുന്ന മൈലേജും കിട്ടുന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ മാജിക്കൽ മിറാക്കിൾ വണ്ടിയായിരുന്നു ആ ഒരു വണ്ടി. ആ ഒരു വണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഡ്യൂക്കിനെ അടിച്ച് കൊന്നു കളഞ്ഞത്. അതിനുശേഷം ഡ്യൂക്കിനെ അങ്ങോട്ടൊരു പഴയ ഓളത്തിലേക്ക് ഇപ്പോഴും സ്റ്റിൽ ഡ്യൂക്ക് 200 ഒരുപാട് പിള്ളേർ സെറ്റ് എടുക്കുന്നുണ്ട്, നമ്മൾ കാണുന്നത് കൊണ്ട് പറയുന്നതാണ്. പക്ഷേ ആ പഴയ ഓളം അങ്ങോട്ട് കിട്ടുന്നില്ല ഡ്യൂക്കിന്. അതാണ് യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ. പിന്നെ ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലായതുകൊണ്ട് എന്തായാലും അമ്മാവന്മാരുടെ വിളയാട്ടമായിരിക്കും. അമ്മാവന്മാർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് കുറേയൊക്കെ ആൾക്കാരെടുത്ത് ഭിത്തിയിലായി എന്നൊക്കെയാണ്. സംഭവം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മരണം നടന്ന സാഹചര്യത്തിൽ ഇമ്മാതിരി ചെറ്റ വർത്താനം പറയുന്നതിന് ഈ ഫേസ്ബുക്കിലുള്ള കമൻറ്റ് തൊഴിലാളികളെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതായത് വണ്ടി ഇടിച്ച് കുറേയൊക്കെ ഭിത്തിയിലായി, കുറേയൊക്കെ ഫ്ലെക്സിലായി, ഇവൻ മരിച്ചിരിപ്പോൾ ഒരുപാട് അതുകൊണ്ടാണ് റോഡിലൊന്നും കാണാത്തത്. റോഡിൽ കാണാത്തത് BS4 ഡ്യൂക്ക് സത്യം ആണ്, കാണുന്നില്ല അങ്ങനെ. അത് വണ്ടി ഇടിച്ച് മരിച്ചത് കൊണ്ടൊന്നും അല്ല. അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം. കേരളത്തിലുള്ള എല്ലാവരും അങ്ങ് മരിച്ചെന്നാണ് നിങ്ങളുടെ വിചാരം. ഡ്യൂക്ക് ആയതുകൊണ്ട് അത് വലിയ ചർച്ചയായി. അതുകൊണ്ട് അതേ ഉള്ളൂ. ഡ്യൂക്ക് ഉണ്ടാക്കിയ ഒരു കാലൻ വണ്ടി ഓളം വേറൊരു വണ്ടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം പറഞ്ഞുകൊണ്ട് വരുമായിരിക്കും പൾസർ ഇടിച്ച് ഇടിയുടെ പകുതിയൊന്നും ഇടിച്ചില്ലെന്ന്. പക്ഷേ പൾസർ ഇടിച്ചതിനേക്കാളും തരംഗം ഉണ്ടാക്കിയത് പൾസറായിരിക്കും കൂടുതൽ ഇടിച്ചത്. പക്ഷേ പൾസർ ഇടിച്ചതിനേക്കാളും തരംഗം ഉണ്ടാക്കിയത് ഡ്യൂക്കാണ്. കാര്യം വേറൊന്നുമല്ല, അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കൂടി സ്പ്രെഡായി അത് വലിയൊരു ചർച്ചാ വിപ്ലവമായി. അതുകൊണ്ട് ഡ്യൂക്ക് കാലം വണ്ടി എന്നുള്ളൊരു വിപ്ലവം ഉണ്ടായി. അതിന് മുമ്പാണെങ്കിൽ RD ഓരോ കാലഘട്ടത്തിൽ ഓരോ കാലം വണ്ടി ഉണ്ട്. ഇന്നങ്ങനെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന്. ഇത് വണ്ടികളുടെ ഒരു കൾച്ചർ, ആൾക്കാരുടെ മെൻറ്റാലിറ്റി മാറിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മരിക്കുവോളം ബൈക്ക് ഓടിക്കണം, വാഹനങ്ങളെല്ലാം ഇഷ്ടപ്പെടണം. ബൈക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വികാരം. അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടികൾ ഇങ്ങനെ വണ്ടികളുടെ കാര്യങ്ങൾ. യാത്ര മാത്രമല്ല, എനിക്ക് വണ്ടിയുടെ എൻജിൻ, അതിൻ്റെ മെക്കാനിസം, അതിൻ്റെ എന്താ പറയുക പണിയുക, അതൊന്ന് എന്താ പറയുക പ്രൊജക്റ്റാക്കി എടുക്കുക, അതൊക്കെ എനിക്ക് വല്ലാത്തൊരു വികാരമാണ്. അപ്പം ഒരുപാട് കമൻറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ കമൻറ്റ് കണ്ടപ്പം വിഷമം വന്നു. കുറേയൊക്കെ ഭിത്തിയിലായത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്, ഇടിച്ച് നശിച്ചത് കൊണ്ടാണ്, കാലം വണ്ടിയല്ലേ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. എന്തൊരു മനുഷ്യന്മാരല്ലേ. അതുപോലെ തന്നെ ഭൂരിഭാഗം വണ്ടികളും റീടെസ്റ്റ് ആവാൻ സമയമായി. പിന്നെ ഇതൊരു അൺറിലയബിൾ ആയിട്ടുള്ളൊരു എൻജിനാണ്. അങ്ങനെ ജാപ്പനീസ് മോട്ടോർ സൈക്കിൾസ് പോലെ അത്ര റിലയബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. ചില വണ്ടികളൊക്കെ സ്ക്രാപ്പായി കാണണം, ചില വണ്ടികളൊക്കെ ഉപയോഗിക്കാതെ കട്ടപ്പുറത്തായി കാണണം, ചില വണ്ടികളൊക്കെ എന്താ പറയുക ആരും കൊടുക്കാതെ ഇപ്പം അങ്ങനെ പഴയതുപോലെ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. പ്രായമാകുന്ന സമയത്ത്, പ്രായമെന്ന് പറയുമ്പോൾ കളവന്മാരാകുക എന്നുള്ള, വൃദ്ധരാകുക എന്നുള്ളതല്ല, ജീവിതത്തിൻ്റെതായിട്ടുള്ള ഓട്ടങ്ങൾ വരുമ്പോൾ ഈ വണ്ടികളൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് ഇപ്പോഴത്തെ പെട്രോൾ വിലയും ഇപ്പോഴത്തെ ഹൈവേയുടെ പണിയൊക്കെ കണക്കിലെടുക്കുമ്പം കുറേയൊക്കെ ആൾക്കാർ ഈ വണ്ടി മാറ്റി സത്യം പറഞ്ഞാൽ കംഫർട്ട് നോക്കി ഒരു ഗിയർലെസ് സ്കൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെയാണ്. ഒക്കേഷനിൽ മാത്രം എടുത്ത് വെളിയിലോട്ട് ഇറങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് പല ആൾക്കാരും മാറി. ഇപ്പോഴൊരു 50% ആൾക്കാരെങ്കിലും ആയിക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടി നമുക്കിപ്പോൾ അങ്ങനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ MT സ്ഥിരം നമ്മൾ കാണുന്നുണ്ട്. കാര്യം MT നമുക്കൊരു സത്യം പറഞ്ഞാൽ മുതൽ വണ്ടി തന്നെയാണ്. ജാപ്പനീസ് റിലയബിലിറ്റി പഴയതിൻ്റെ അത്ര ഇല്ല, എന്നാലും അത്യാവശ്യം റിലയബിളാണ്. എന്നാൽ നല്ല 10-60 മൈലേജും 55ഓളം മൈലേജ് എങ്ങനെ ഓടിച്ചാലും കിട്ടും. കംഫർട്ടൊന്നും വലിയ ഇതൊന്നുമില്ല. അതൊക്കെ റിവ്യൂ ആസ്പെക്റ്റിൽ പറയുന്ന കാര്യമാണ്. പിന്നെന്താ പറയുക, ഈ പറഞ്ഞ പോലെ പഴയതുപോലെ പെട്രോളൊക്കെ അടിച്ച് കുറച്ച് ദൂരം മാത്രം ഓടാൻ ആൾക്കും താല്പര്യമില്ലായിരിക്കും. ഇപ്പം 100cc അല്ലെങ്കിൽ ജുപ്പിറ്റർ, ആക്സസ് പോലുള്ള സ്കൂട്ടറുകളാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഞാൻ പോലും ഇപ്പം എൻ്റെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഞാൻ മാക്സിമം എൻ്റെ ഡിസ്കവറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്.
എന്തിന് വെറുതെ പെട്രോൾ അടിച്ച് ഇങ്ങനെ കറങ്ങുന്നത്? എൻ്റെ ഉള്ളിൽ ആ ബൈക്ക് ഭ്രാന്തുണ്ട്. പക്ഷേ എന്തിനാ വെറുതെ നമ്മുടെ ഡെയിലി യൂസിന് 500 കണക്കിന് രൂപയുടെ പെട്രോൾ അടിക്കുന്നത്? ഇതാകുമ്പോൾ 100 എണ്ണ അടിച്ചാൽ എനിക്ക് ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം നടക്കും. വേണേൽ നാളെ ഓടാം. ആ ഒരു മെൻറ്റാലിറ്റി ആയിപ്പോയി സത്യം പറഞ്ഞാൽ എല്ലാവർക്കും. സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത്? ഒരു പോഡ്കാസ്റ്റ് എന്തായാലും വരും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.